എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദറ്റ് ഈസ് ഫീറ്റൽ സർക്കുലേഷൻ. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും അതുപോലെ ഫീറ്റസിൻ്റെ കുട്ടികളുടെ ബ്ലഡ് സർക്കുലേഷനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ? അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഫീറ്റസിൽ എന്താണ് ലങ്, കിഡ്നി, അതുപോലെ GI ട്രാക്ട്, ലിവർ ഇവയെല്ലാം തന്നെ ഇമ്മച്ചുർ ആയിരിക്കും അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവിടെ പ്യൂരിഫൈ ആയിട്ടുള്ള ബ്ലഡാണ് ഫീറ്റസിലേക്ക് എത്തേണ്ടത്. അത് അതായത് അമ്മയിൽ നിന്നും പ്യൂരിഫൈ ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ പ്യൂർ ബ്ലഡ് പ്ലാസൻ്റ വഴി കുട്ടിയിലെത്തി, കുട്ടിയിൽ നിന്നും നേരെ തിരിച്ച് അംബിക്കൽ ആർട്ടറി വഴി വീണ്ടും പ്ലാസൻ്റയിലെത്തി അമ്മയിലേക്ക് വീണ്ടും പോയി ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നു പോവുക ചെയ്യുന്നത്. സോ ഇവിടെ ഒരു കണ്ണിയായി അല്ലെങ്കിൽ ഒരു ശൃംഖലയായി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അഡാപ്റ്ററായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളെന്ന് പറയുന്നത് പ്ലാസൻ്റയാണ് അല്ലേ? ഒരു ശൃംഖലയായി പ്രവർത്തിക്കുന്ന പ്ലാസൻ്റ, അത് അമ്മയും കുഞ്ഞിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി എന്ന് പറയുന്നത് പ്ലാസൻ്റയാണ്. പ്ലാസൻ്റയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെ എന്തൊക്കെയാണ് പ്ലാസൻ്റ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് ഓക്സിജൻ, അതുപോലെ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ റിമൂവിങ് വേസ്റ്റ് പ്രൊഡക്റ്റ്, അതുപോലെ പ്രൊട്ടക്ടിങ് ദ ഫീറ്റസ്, സെക്രീഷൻ ഓഫ് ഹോർമോൺസ്, ട്രാൻസ്ഫറിങ് ഇമ്മ്യൂണിറ്റി അല്ലെ, ഏത് പാസീവ് ഇമ്മ്യൂണിറ്റി, ആൻഡ് റെഗുലേറ്റിംഗ് ബ്ലഡ് ഫ്ലോ, അതുപോലെ ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. എന്തിനാ? എനർജിക്ക് വേണ്ടി അല്ലെ, കുട്ടികൾക്കുണ്ടാകുന്ന എനർജിക്ക് വേണ്ടി. മേക്കിംഗ് ഹോർമോൺസ് ഏതൊക്കെ? ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് പോലുള്ള ഹോർമോൺസ്, സിന്തസൈസിങ് ഹോർമോൺസ് ലൈക്ക് HCG, HPL, ഇതൊക്കെയാണ് മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാസൻ്റയുടെ. ഫീറ്റൽ സർക്കുലേഷൻ പഠിക്കുന്നതിന് മുന്നേ ഒരു രണ്ട് കാര്യം ഓർത്തിരിക്കുക. മെയിനായിട്ട് കുട്ടികളിൽ രണ്ട് ആർട്ടറിയും ഒരു വെയിനാണ്. ഇതാണ് രണ്ട് ആർട്ടറിയും ഒരു വെയിനാണ്. വെയിനിലൂടെ അല്ലെങ്കിൽ വെയിനിലൂടെയാണ് മെയിനായിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് കുട്ടികളിലേക്ക് എത്തുന്നത്. ആർട്ടറിയിലൂടെയാണ് മെയിനായിട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കുട്ടികളിലേക്ക് എത്തുന്നത്. ആ രണ്ട് കാര്യം ഓർത്തിരിക്കുക. അത് അഡൽട്ടിൽ നേരെ തിരിച്ചാണ്. അഡൽറ്റഡ് വെയിന് വഴിയാണെങ്കിൽ അത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡും, ആർട്ടറി വഴിയാണെങ്കിൽ അത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ് പോകുന്നത് ഇൻ അഡൽട്ട്. ഓക്കെ, ഇവിടെ കുറച്ച് മെയിൻ അഡാപ്റ്റേഷൻസ് ഉണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ അഡൽട്ടിൻ്റെ സർക്കുലേഷനൊന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഫീറ്റസിൻ്റെ സർക്കുലേഷന്. ഇവിടെ നോക്കുക, ഇവിടെ ലിവറിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഡക്ടസ് വീനോസിസ് എന്ന് പറയുന്ന ഒരു വാൾവ് ഉണ്ട്. അതുപോലെ ഓർത്തിരിക്കുക, ഇൻ ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും, റൈറ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് ഏട്രിയത്തിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഹോള് പോലെ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് എന്ത് ഫൊറാമൻ ഒവൈൽ എന്ന് പറയുന്നത്. അതുപോലെ റൈറ്റ് വെൻട്രിക്കിൽ നിന്നും ബ്ലഡ് നേരെ മാക്സിമം അയോർട്ടയിലേക്ക് എത്തുന്നത്, ലങ്സിലേക്ക് കുറച്ച് പോകുന്നുള്ളൂ, മാക്സിമം അയോർട്ടയിലേക്ക് എത്തുന്നത് ഡക്ടസ് ആർട്ടീരിയോസിസ് വഴിയാണ്. ലങ്സിന്റെ ബൈപ്പാസ് എന്ന് പറയുന്നത് ഡക്ടസ് ആർട്ടീരിയോസിസ് വഴിയാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഡക്ടസ് വീനോസിസ് ഉണ്ട്, ലിവറിനെ ബൈപ്പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫൊറാമൻ ഒവൈൽ ഉണ്ട്, റൈറ്റ് ഏട്രിയത്തിനെയും ലെഫ്റ്റ് ഏട്രിയത്തിനെയും അവിടെ ഉണ്ടാവുന്ന ഒരു ഓപ്പണിങ്. നമുക്ക് അതായത് അഡൽട്ടിന് സാധാരണ എന്താണ് ബ്ലഡ് മിക്സർ ആവുന്നില്ല. കാരണം റൈറ്റിനെയും ലെഫ്റ്റിനെയും അവിടെ ഒരു സെപ്റ്റം കൊണ്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ ബ്ലഡ് മിക്സർ ആവുന്നില്ല. ഓക്കെ, അതുപോലെ ഓർത്തിരിക്കുന്ന ഒന്നാണ് ഡക്ടസ് ആർട്ടീരിയോസിസ്. അതായത് പൾമണറി ആർട്ടറി വരുന്ന ബ്ലഡ് പിന്നെ ലങ്സിലേക്ക് പോവാതെ കൂടുതലും മാക്സിമം ബ്ലഡ് എങ്ങോട്ട് പോവുക? അയോട്ടയിലേക്ക് പോകുന്ന അതാണ് അവിടെയുള്ള ഒരു ബൈപ്പാസ് അല്ലെങ്കിൽ കണക്ഷനാണ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് മെയിനായിട്ട് ഈ പ്ലാസൻ്റൽ സർക്കുലേഷനിലേക്ക് വരാം. ഇവിടെ ഓർത്തിരിക്കുക, അമ്മയിൽ നിന്നും വരുന്ന പ്യുവർ ബ്ലഡ് നേരെ പ്ലാസൻ്റയിലേക്ക് എത്തുന്നു. പ്ലാസൻ്റയിൽ നിന്നും 80%
ഓക്സിജനേറ്റഡ് ബ്ലഡ് അംബ്ലിക്കൽ വെയിൻ വഴിയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു അംബ്ലിക്കൽ വെയിൻ വഴിയാണ് കുട്ടികൾക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നത്. അംബ്ലിക്കൽ വെയിൻ വഴി ലിവറിലേക്ക് എത്തുന്നു. അതേസമയം പോർട്ടൽ വെയിൻ നിന്നും ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് നേരെ ലിവറിലേക്ക് എത്തുന്നു. അതായത് നമ്മുടെ ഈ ലാർജ് ഇൻസ്റ്റൈൻ, സ്മോൾ ഇൻസ്റ്റൈൻ, സ്റ്റൊമക്കിൽ നിന്നൊക്കെ വരുന്ന ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് നേരെ പോർട്ടൽ വെയിൻ വഴി ലിവറിലെത്തുന്നു. നമുക്കറിയാം നമ്മളിലെ ഈ പോർട്ടൽ വെയിൻ വഴി നമ്മൾ അഡൽട്ടില് പോർട്ടൽ വെയിനിലൂടെ ബ്ലഡ് വന്നിട്ട് ലിവറിലെത്തി ലിവറിന് ഹെപ്പാറ്റിക് ആർട്ടറി വഴി അല്ലെങ്കിൽ ഹെപ്പാറ്റിക് വെയിൻ വഴി ഇൻഫീരിയർ വീന കവ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കുട്ടികളിൽ ലിവർ ഇമ്മച്ചുർ ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്രയും ബ്ലഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വാൾവ് ഉണ്ട്, ലിവറിനെ ബൈപ്പാസ് ചെയ്യുന്ന വാൾവ് ഉണ്ട്. അതാണ് ഡക്ടസ് വീനോസസ് എന്ന് പറയുന്നത്. സോ ഈ പ്യൂർ ബ്ലഡും ഇംപ്യൂർ ബ്ലഡും ഇവിടെ നിന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇൻഫീരിയർ വീനക്കാവ വഴി റൈറ്റ് ഏട്രിയം എത്തുന്നത്. എവിടെയാണ് റൈറ്റ് ഏട്രിയം എത്തുന്നത്? ഇവിടെ ഓർത്തിരിക്കുക, ഈ റൈറ്റ് ഏട്രിയത്തിൽ ഈ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയിൽ നിന്നുണ്ടാകുന്ന പ്രഷർ മൂലം 75% ഓഫ് ബ്ലഡ്, എത്രയാണ് 75% ഓഫ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു. ബാക്കി വരുന്ന 25% ഓഫ് ബ്ലഡ് മാത്രമേ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നുള്ളൂ. മനസ്സിലായില്ലേ? അതേസമയം പൾമണറി വെയിനിൽ നിന്ന് വരുന്ന ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഓക്കെ, സോ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് 25% ബ്ലഡ് എത്തുന്നു. അതേസമയം ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും ബ്ലഡ് എത്തുന്നു. സോ ഇവിടെ രണ്ട് ഭാഗത്തും ബ്ലഡ് എത്തിക്കഴിഞ്ഞു, റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും. അവിടെ നിന്നും വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നു, അതിന്റെ ഭാഗമായി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് നേരെ അയോർട്ടയിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി വഴി മാക്സിമം ബ്ലഡ് ഡക്ടസ് ആർട്ടീരിയോസിസ് കൂടെ അയോർട്ടയിലേക്ക് പോകുന്നു, കുറച്ച് മാത്രം ലങ്സിലേക്ക് പോകുന്നു. ഇത്രയും കാര്യം മെയിനായിട്ടും ഓർത്തിരിക്കുക. ഇവിടെ കുട്ടികളിൽ മിക്സഡ് ആയിട്ടുള്ള ബ്ലഡാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഒഴുകുന്നത്. നമുക്കറിയാം ഈ പൾമണറി വെയിന് വഴിയും അതുപോലെ തന്നെ പോർട്ടൽ വെയിന് വഴിയൊക്കെ മിക്സ്ഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ശരീരത്തിലൂടെ ഇംപ്യൂർ അല്ലെങ്കിൽ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡാണ് പോകുന്നത്, അല്ലെങ്കിൽ 100% ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല പോകുന്നത്. ഡി ഓക്സിജനേറ്റഡ് ബ്ലഡാണ്, മിക്സഡ് ആയിട്ടുള്ള ബ്ലഡാണ് കുട്ടികളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. സോ എന്നിരുന്നാൽ കൂടി ആവശ്യത്തിനുള്ള ബ്ലഡ് സപ്ലൈ എല്ലാ ഭാഗത്തും എത്തുന്നുമുണ്ട്. ഓക്കെ, സോ ഇവിടെ നിന്നും കാർഡിയാക്ക് ഔട്ട്പുട്ട് വഴി 60% ഓഫ് ബ്ലഡ് നമ്മുടെ ബോഡി മൊത്തം, അതായത് കുട്ടിയുടെ ബോഡി മൊത്തം സപ്ലൈ ചെയ്യുന്നു. ബാക്കിയുള്ള 40% നമ്മൾ ഈ ഡക്ടസ് അല്ലെങ്കിൽ ഡിസെൻഡിങ് അയോർട്ട വഴി അംബ്ലിക്കൽ ആർട്ടറി വഴി പ്ലാസന്റ എത്തുന്നു. പ്ലാസന്റയിൽ നിന്നും അമ്മയിലേക്ക് വീണ്ടും പോയി അവിടെ നിന്നും പ്യൂർ ബ്ലഡ് നേരെ തിരിച്ച് പ്ലാസന്റയിൽ എത്തി സെയിം പ്രോസസ് അഗെയിൻ നടക്കുന്നു. ഇതാണ് മെയിനായിട്ട് ഫീറ്റൽ സർക്കുലേഷനിൽ സംഭവിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, കുട്ടി പുറത്തെത്തി കഴിഞ്ഞാൽ ഓക്സിജൻ സപ്ലൈ കാരണം ഇവിടെ നിന്നും ഓപ്പൺ ആയിട്ടുള്ള, അതായത് എല്ലാ വാൾവ്സും എന്താകുന്നു, അടഞ്ഞു പോകുന്നു. കാരണം ഓക്സിജന് ഒരു കൺസ്ട്രിക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടി പുറത്തെത്തി കഴിഞ്ഞാൽ എല്ലാ വാൾവ്സും വാൾവ്സ് എല്ലാം തന്നെ അടഞ്ഞു പോകുന്നു, ക്ലോസർ ആകുന്നു. അത് നമുക്ക് ഫങ്ഷണലി ക്ലോസ് ആഫ്റ്റർ ബർത്ത് എന്ന് പറയാം. അനാട്ടമിക്കലി ക്ലോസ് ചെയ്യുന്നത് ആഫ്റ്റർ 1 ഇയർ ശേഷമാണ്, ആഫ്റ്റർ 1 ഇയർ ആണ്. അത് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ മെയിനായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ, അതായത് എന്തൊക്കെ ആഫ്റ്റർ ബർത്ത് എന്തൊക്കെ അഡാപ്റ്റേഷൻ ചേഞ്ചസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. മെയിനായിട്ട് ഓർത്തിരിക്കുക. അംബ്ലിക്കൽ വെയിൻ എന്തായിട്ട് മാറും? ലിഗമെന്റം ടെറസ് ആയിട്ട് മാറും. ഡക്ടസ് വീനോസിസ് എന്തായിട്ട് മാറും?
ലിഗമെന്റം വീനോസസ് ആയിട്ട് മാറും. അംബ്ലിക്കൽ ആർട്ടറി എന്തായിട്ട് മാറും? മീഡിയൽ അംബ്ലിക്കൽ ആർട്ടറി ആയിട്ട് മാറും. ഡക്ടസ് ആർട്ടീരിയോസിസ് എന്തായിട്ട് മാറും? ലിഗമെന്റം ആർട്ടീരിയോസിസ് ആയി മാറും. ഫൊറാമൻ ഒവാൽ എന്താവും? ഫോസ ഒവാലിസ് ആവും. ഇത് മെയിനായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന മെയിൻ സംഭവങ്ങളാണ് ഈ അഡാപ്റ്റേഷൻസും അഡാപ്റ്റേഷൻ ചേഞ്ചസും, ഓക്സിജനൽ ബ്ലഡ് പോകുന്നതും ഡീഓക്സിജനൽ ബ്ലഡ് പോകുന്നതും, ആർട്ടറി വഴി ഏതാണ്, വെയിൻ വഴി ഏതാണ്, അതൊക്കെ ഓർത്തിരിക്കുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫീറ്റൽ സർക്കുലേഷൻ ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.